Good morning. या कुन्देन्दुतुषारहारधवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिर्देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःश्लेषजाड्यापहा शुक्लां ब्रह्मविचारसारपरमाम् आद्या जगद्व्यापिनी वीणा पुस्तकधारिणी अभयदां जाड्यान्धकारापहा हस्ते स्फाटिकमालिकां विदधतीं पद्मासने संस्थिता वन्दे तां परमेश्वरी भगवती बुद्धिप्रदां शारदां. Thank you all. Good morning, Jisha Ma'am and my friends. I am Tanuja. Today I am starting Jisha Ma'am's class is signing in with a short story. The Lion and the Mouse. Once upon a time, there lived a lion and a mouse. One day, Lion was sleeping. The mouse started playing on it. Lion woke up. He caught the mouse and was going to kill. The mouse requested for forgiveness. The lion let him to go. After some days, Lion caught in a net. Mouse started chewing the ropes. Soon the lion was free. He thanked the mouse. മോറൽ സ്മാൾ ആക്ട്സ് ഓഫ് കൈൻഡ്നസ് വിൽ ബി റിവാർഡഡ് ഗ്രേറ്റ്ലി. അതായത് ചെറിയ കാരുണ്യ പ്രവൃത്തികൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. താങ്ക് യു. Thought of the day. To assist a child, we must provide him with an environment which will enable him to develop freely. Maria Montessori. Thank you all. Good morning. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. Morning. Prayer എല്ലാം കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിരുന്നു മാം. പ്രയർ എല്ലാം കഴിഞ്ഞു.
So we can start. Where were we? എവിടെയായിരുന്നു? ഓക്കെ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് വരും. ഇപ്പൊ 8 ബാച്ചിന്റെ വൈവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ വൈവ സ്റ്റാർട്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബബിളി ഒക്ടോബർ പകുതിയൊക്കെ ആവുമ്പോഴേക്കും. അപ്പൊ അത് പ്രിപ്പയർ ചെയ്തിരുന്നോളൂ. വൈവ ടൈമില് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് മാർക്കിൽ വേരിയേഷൻസ് വരും. പിന്നെ ഞാൻ ആ മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്പ് ഞാൻ ഒന്നുകൂടെ പറയാം. വൈവയില് പ്രാക്ടിക്കൽ സെഷൻ വരുന്ന ഒരു PDF അയച്ചു തന്നിട്ടുണ്ടല്ലോ. അതില് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടുതലും ക്ലാസ് അധികം കാണാത്തവർക്കാന്ന് തോന്നുന്നു ആ ഒരു ചെറിയ കൺഫ്യൂഷൻ. അവരുണ്ടാക്കിയ മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതല്ല, നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ്. 5ാമത്തെ റെക്കോർഡിൽ എഴുതിയ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസും ഫീച്ചേഴ്സും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അത് മറിയ മോണ്ടിസോറി മെത്തേഡിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. പ്രാക്ടിക്കലിൽ ചെയ്തില്ലേ, അത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് മോണ്ടിസോറി അപ്പാരറ്റസ് ചോദിക്കുന്നത്. ഇപ്പൊ മെറ്റീരിയൽസ് എല്ലാവരും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ അപ്പാരറ്റസിന്റെ മാർക്ക് കുറയുമ്പോൾ പറയും ഞങ്ങൾ ഇതെല്ലാം ചെയ്തതാണല്ലോ. അതല്ല ശരിക്കും മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതിനെ റിലേറ്റ് ചെയ്ത് ആ മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ മനസ്സിലാകും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ്. ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ. അപ്പൊ ഒരു സംശയം ഉണ്ടായിരിക്കും, ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർക്ക് മാർക്ക് കുറയുമോ എന്നുള്ളത്. കാരണം നമ്മൾക്കറിയാം, നമ്മളൊരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഇത് കോഴ്സ് ചെയ്യുന്നത്. അത് നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ജയദേവ് സാറ് ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും, കമ്പൽസറി അല്ല, കോഴ്സിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവരോട് അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കും. അവർ എത്ര ദിവസം അവിടെ ചെയ്തു, ഏത് ക്ലാസ്സിലെ കുട്ടികളാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു, അതായത് അതിൽ മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ അവർക്ക് പറ്റിയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ സ്റ്റുഡൻസിന്റെ, ടീച്ചേഴ്സിന്റെ, പാരന്റ്സിന്റെ ഫീഡ്ബാക്ക് നമ്മൾ അന്വേഷിക്കും. അതിനനുസരിച്ചാണ് അവർക്ക് മാർക്ക് എടുത്തത്. അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നൊരു ഗ്രേഡ് ഷീറ്റിൽ മാർക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതും ഇതുമായിട്ട് ഒട്ടും കണക്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആ ടീച്ചിങ് പ്രാക്ടീസിന് പോയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് അങ്ങനെയാണ് അതിന്റെ മാർക്ക് ഇടുന്നത്. അത് 50 മാക്സിമം മാർക്ക്, 50 ബാക്കി 50 മാർക്സ് വൈവ എന്ന് എഴുതിയിരിക്കുന്നത് ഓവറോൾ ആ വൈവയുടെ നിങ്ങളുടെ പെർഫോമൻസ്. അത് ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ, കൊളോക്കിയൽ സ്ലാങ്ങിൽ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം നമ്മൾ മാർക്ക് വ്യത്യാസം വരും. കാരണം നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യും, നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ ഒരു മാറ്റേഴ്സ് അല്ലേ. പലപ്പോഴും കുട്ടികളെ കാണുന്നത് വീട്ടിലിടുന്ന ഡ്രസ്സിലൊക്കെ വന്നിരിക്കും. പിന്നെ മേക്ക് ഷുവർ നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ സ്റ്റേബിൾ ആണെന്നുള്ളത് ആദ്യം തന്നെ ഇതാക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത മീൻസ് ടേബിൾ ഉണ്ടെങ്കിൽ ടേബിള്, ചിലര് ബെഡില്, ചിലര് ഫ്ലോറില് ഈ ചെയ്ത മെറ്റീരിയൽസ് എല്ലാം, റെക്കോർഡ്, അസൈൻമെന്റ്, ചാർട്ട് വർക്കുകൾ, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വെച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടീച്ചിങ് എയ്ഡ്സ്, ക്രാഫ്റ്റ്, അങ്ങനെ നിങ്ങൾ ചെയ്ത പല ക്രാഫ്റ്റ് വർക്കുകളും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നമുക്ക് 10 മിനിറ്റ് ആണ് ഈ വൈവ. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ, ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് ഈ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കാണിക്കാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ അവിടെയാണ് ടീച്ചിങ് എയ്ഡ്സ്, ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്ത മെറ്റീരിയൽസിന് മാർക്ക് വരുന്നത്. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആണ്. അസൈൻമെന്റിന് 50 മാർക്കും റിപ്പോർട്ടിന് 50 മാർക്കുമാണ്. അവിടെയും മാർക്ക് കുറയുമ്പോൾ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അസൈൻമെന്റ് എല്ലാം ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തു, എനിക്ക് എല്ലാത്തിനും ഫുള്ള് കിട്ടി, പിന്നെ എനിക്ക് എന്തുകൊണ്ട് അവിടെ മാർക്ക് കുറഞ്ഞു? അസൈൻമെന്റ് എത്ര എണ്ണം ചെയ്തോ അതിന് 50 മാർക്കിലാണ് ഇടുന്നത്. മാക്സിമം മാർക്സ് 50 ആണ്. അതിലാണ് ഔട്ട് ഓഫ് 50 ആണ് ചെയ്യുന്നത്. ബാക്കി 50 മാർക്ക് സർവേക്കുള്ളത്. അത് സർവേ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മിനിമം 5 പാരന്റ്സിന് ഉണ്ടായിരിക്കണം. ചിലര് 2 പാരന്റ്സ്, 3 പാരന്റ്സ്, ചിലര് ഡേറ്റ മാത്രമേ കളക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല.
അത് മുഴുവനായിട്ട് ചെയ്തവർക്കാണ് അതിനനുസരിച്ച് 50ൽ മാർക്ക് കൊടുക്കുന്നത്. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കുട്ടികൾക്ക് നിങ്ങളൊരു അസൈൻമെന്റ് പോലെയോ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തു വിടുന്നു, വീട്ടിലേക്ക് ഹോം അസസ്മെന്റ് പോലെ കൊടുത്തു വിടുന്നു. കുട്ടി അത് എഴുതി എല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതിക്കൊണ്ട് വരുന്നു. ആ സെയിം സാധനം കുട്ടിയോടൊന്ന് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ലാതെ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടി ആർക്കെങ്കിലും ഹെൽപ്പ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കി ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നമുക്ക് മനസ്സിലാവും, നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും കുട്ടികളെ. അപ്പൊ അതുപോലെ നിങ്ങൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തു, മാർക്ക് 10ൽ 10 കിട്ടി, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറയുമ്പോൾ പലരുടെയും പ്രസന്റേഷൻ അത്ര നന്നാകാറില്ല. ചിലർ നല്ലപോലെ തന്നെ പറയും, ചിലർ നോക്കി വായിക്കും. അപ്പൊ അവിടെ ഞാൻ എങ്ങനെ വാല്യൂ ചെയ്യണം? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ സബ്മിറ്റ് ചെയ്തു, ഓക്കെ 10 മാർക്ക് കിട്ടി 10ല്, പക്ഷെ അതിനെപ്പറ്റി ചോദിച്ചപ്പോ കാര്യമായ ഒരു കണ്ടന്റ് ഒന്നും പറയുന്നില്ല, പ്രസന്റേഷൻ ഒന്നും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ആ അസൈൻമെന്റ് ഓടിപ്പോയി തപ്പി എടുത്തോണ്ട് വന്നു അത് നോക്കി വായിക്കുവാണ് വൈവ ടൈമില്. അങ്ങനെ ചെയ്താൽ ഞാൻ എങ്ങനെ മാർക്ക് കൊടുക്കണം? ആ 10 മാർക്ക് ക്ലാസ് റൂമിലെ പ്ലാറ്റ്ഫോമിൽ കൊടുത്തു എന്ന് കരുതി 10 മാർക്ക് എനിക്ക് അവിടെ ഇടാൻ പറ്റും? അവിടെയാണ് അസൈൻമെന്റിന് മാർക്ക് കുറയുന്നത്. നമ്മൾ ചെയ്ത വർക്കുകളെ കുറിച്ചെല്ലാം നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ അതിനെപ്പറ്റി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ പറയാൻ ഇഷ്ടമുള്ളവർ ഇംഗ്ലീഷിൽ പറയുക, വെരി വെൽക്കം, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മലയാളമാണെങ്കിൽ മലയാളത്തിൽ പറയുക, ബട്ട് നല്ല മലയാളത്തിൽ പറയുക കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിനോട് വീട്ടിൽ സംസാരിക്കുന്ന പോലെയുള്ള കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കുക. ഒരു ജോബ് ഇന്റർവ്യൂവിന് വന്നിരിക്കുവാണ്, അതിനൊരു പ്രാക്ടീസും കൂടി ഒന്ന് വിചാരിച്ചോ. സർവേ മുഴുവനായിട്ട് ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കുറയ്ക്കും. എന്നിട്ടും സർവേ ചെയ്യാതെ വന്നവരോട് നമ്മളൊരു കൺസേൺ കാണിച്ചു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർക്ക് 50ൽ ഒരു 20 മാർക്കൊക്കെ മാക്സിമം കൊടുത്തു. അങ്ങനെയും ചെയ്തു, മാർക്ക് കുറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ വന്നു. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും അവർ നല്ല പോലെ പറഞ്ഞു കേട്ടോ, പക്ഷെ അവർ ചെയ്തിട്ടില്ല, ഒന്നും കളക്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നന്നായിട്ട് അവർക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരുന്നു. അവർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടിയേനെ. അങ്ങനെയും നമ്മൾ ചെയ്തു, മാർക്ക് അവിടെ 0 ഇടാതിരിക്കാനായിട്ട്. പിന്നെ റെക്കോർഡാണ്, 5 റെക്കോർഡ് നമുക്കുണ്ട്. ഓരോ റെക്കോർഡിനും 20 മാർക്ക് വെച്ചിട്ടാണ്. അതിൽ 3 റെക്കോർഡ് നിങ്ങൾക്ക് ഈസി ആയിരുന്നു കാണും. കളക്ഷൻ ബുക്ക്, പിന്നെ അതുപോലെ തന്നെ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. അതൊന്നും നമ്മൾ തന്നെത്താനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, കളക്ട് ചെയ്യാം. പിന്നെ പാരറ്റസ് റെക്കോർഡ് ബുക്ക് നമ്മളൊരു കോപ്പി തന്നു, അത് ജസ്റ്റ് കോപ്പി ചെയ്യാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സുഖമായിട്ട് 60 മാർക്ക് അവിടെ കിട്ടും. പിന്നെയുള്ളത് 2 റെക്കോർഡാണ്, സ്റ്റോറിയും റൈമും. അവിടെയും നമ്മുടെ ക്രിയേറ്റിവിറ്റി വേണമെന്ന് പറഞ്ഞു, ഓണായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. കുറെ കുട്ടികൾ ഓണായിട്ട് എഴുതിയിട്ടുണ്ട്. ചിലര് എല്ലാം ഗൂഗിൾ നോക്കി പല കഥകൾ എടുത്ത് അത് തന്നെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. അവിടെ നമ്മളിപ്പോ മാർക്കിൽ അങ്ങനെ തന്നെത്താൻ എഴുതിയവർക്കും കൊടുക്കണ്ടേ. അപ്പം ഓൺ ക്രിയേഷൻ ആയിരിക്കണം ഇങ്ങനെ ക്ലാസ്സിൽ പലതവണ പറഞ്ഞതുമാണ്. അപ്പൊ അവിടെയും അതിനനുസരിച്ച് മാർക്കും മാറും. ഓക്കെ, പിന്നെ വേറെ ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് വരുന്ന പ്രാക്ടിക്കൽ സെഷൻ. അപ്പോൾ മോണ്ടിസോറി അപ്പാരറ്റസ് എന്താന്ന് മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ കണ്ട കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പാരറ്റസ് റെക്കോർഡ് എഴുതി വെച്ചില്ലേ, അതുമായിട്ടൊന്ന് അതിലെ ഓരോ പോയിന്റ്സ് ഒക്കെ നോക്കണം. അങ്ങനെ കൂടുതലും നമ്മൾ ചോദിക്കുന്നത് ഏതെങ്കിലും മെറ്റീരിയൽസ് അങ്ങോട്ട് ചോദിക്കും. ഞാൻ ചോദിക്കാറുള്ള കാര്യം എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയൊരു മെറ്റീരിയൽ ഏതാന്ന് ചോദിക്കും. അപ്പൊ അത് പറയുമ്പോൾ പിന്നെ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് അവർക്കത് ഇഷ്ടമാണ്, പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. നമുക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഹോബി എന്താന്ന് ചോദിക്കുമ്പോൾ പലരും ഹോബി എന്ന് പറയും, അതിനെപ്പറ്റി ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ ആണ് പ്രശ്നം വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബയോഡേറ്റയിലൊക്കെ നമ്മൾ ഹോബി എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് കാരണം. ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ എന്റെ ഹോബിയിൽ കുക്കിംഗ് ആയിരുന്നു എഴുതിയിരുന്നത് കേട്ടോ. അപ്പൊ ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞതെന്നറിയും, 4 പേർക്ക് ചിക്കൻ ബിരിയാണി വെക്കണം, റെസിപ്പി ഒന്ന് പറയാമോ? എങ്ങനെയും ചോദിക്കാം അല്ലെ, ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോ. അപ്പൊ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മള് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ അതുപോലെ പിന്നെ PGക്കാർക്ക് സെമിനാറാണ്. നിങ്ങൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക് നല്ലപോലെ തറവായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2 മിനിറ്റ്സിൽ അതിന്റെ കണ്ടന്റ് ബ്രീഫ് ചെയ്യുന്നത് മതി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നോക്കി വായിച്ചാൽ അതിനനുസരിച്ച് മാർക്ക് കുറയും.
ആ കണ്ടന്റ് നല്ല കോൺഫിഡന്റ് ആയിട്ട് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കുറച്ചുപേര് ക്ലാസ് റൂമിൽ മുൻകൂട്ടി പറയുമോ? എന്തോ കണ്ടന്റ് അപ്പ വെച്ച് പറയാണോ അതോ മുൻകൂട്ടി ഞങ്ങളോട് പറയുകയാണോ സെമിനാർ പ്രിപ്പയർ? ഓക്കെ, നിങ്ങൾക്ക് പി ജിയുടെ ക്ലാസ് തുടങ്ങാൻ പോണേ ഉള്ളൂ അല്ലേ? തുടങ്ങിയല്ലോ, ഈ മൺഡേ ഓൺവേർഡ്സ് തുടങ്ങിയില്ലേ? സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പി ജിയുടെ ആ 2 മോഡ്യൂൾസ് ഇല്ലേ, 4 and 5, അതിന് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്തിട്ട് നമുക്ക് സെമിനാർ പ്രസന്റ് ചെയ്യാം അല്ലെ? അങ്ങനെ പറഞ്ഞോ മിസ്മാരാരെങ്കിലും? യെസ്, അതാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ സെമിനാർ എന്ന് പറഞ്ഞ കോളത്തിൽ വരാൻ പോകുന്ന മാർക്ക്. അപ്പൊ അത് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ തന്നെ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്തവരുടെയൊക്കെ അപ്പൊ തന്നെ ആ മാർക്ക് ഇട്ടു പോകും. വൈവയ്ക്ക് വരുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കും. ഇനി അഥവാ ക്ലാസ് റൂമിൽ എല്ലാവർക്കും കൂടി ചിലപ്പോൾ പ്രസന്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ വൈവ ടൈമിൽ നിങ്ങൾ ആ ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് അതിന്റെ റിപ്പോർട്ടും കയ്യിലുണ്ടായിരുന്നാൽ നന്നായിരിക്കും. എന്നിട്ട് അതിന്റെ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോഴേ ചെയ്തു വെച്ചോളൂ. അത് ക്ലാസ്സിൽ പറയുമ്പോഴേക്കും നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണി കഴിയും. ആ മാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. റെക്കോർഡ് ക്ലാസ് കേൾക്കല്ലേ പി ജി? റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് വൈവയുടെ ടൈമിൽ ആ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിക് പ്രസന്റ് ചെയ്യാം. എല്ലാവരും ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് റിപ്പോർട്ട് റെഡിയാക്കി കയ്യിലുണ്ടാവണം. കാരണം മാർക്ക് ലിസ്റ്റിൽ ഈ സെമിനാർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരത് നോക്കുമ്പോൾ സെമിനാർ, എന്ത് സെമിനാർ നിങ്ങൾ എടുത്തെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ട് എടുത്ത് അവരെ കാണിക്കാൻ പറ്റണം. അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അവർക്ക് സംശയം വരുമോ, ഇതിപ്പോ ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണോ, ഫേക്ക് മാർക്ക് ലിസ്റ്റ് ആണോ എന്ന് വെച്ചാൽ നിങ്ങളെ ആ രീതിയിൽ വാല്യൂ ചെയ്യും. കാശ് കൊടുത്തെന്തോ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള രീതിയിൽ വാല്യൂ ചെയ്യും. പിന്നെ നമുക്ക് നിങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ആൻസർ ശരിയാണെങ്കിൽ അവിടെ മാർക്ക് കിട്ടും. പക്ഷെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 10 മിനിറ്റിൽ നമ്മൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും മാർക്ക് വീഴുക. ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത് ചാൻസ് കുറവാണ്. കാരണം ഇപ്പൊ മാർക്ക് ലിസ്റ്റ് മുഴുവനും 100 കിട്ടുകയാണെങ്കിൽ പ്രാക്ടിക്കൽ സെഷനിൽ അങ്ങനെ കാണുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേക്കും ഇത് ഫേക്ക് ആണോ, ഒരു ജെന്യൂനിറ്റി തോന്നില്ല. ഫുൾ 100 ഒക്കെ കിടക്കുന്നതാണ്. തിയറി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. MCQ ആണ് അല്ലെ? MCQന് നമ്മളുടെ ആൻസർ ശരിയാണെങ്കിൽ അവിടെ ആ 2 പോയിന്റ്സ് അവിടെ അങ്ങനെ കിട്ടും. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലാണ് തിയറിക്ക് ഇതുപോലെ ഫുൾ മാർക്ക് കിട്ടാത്തത്. അതങ്ങനെ കാരണം ഒരു പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ, ഓരോന്നും വാല്യൂ ചെയ്യുന്നതിന് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വൈവയുടെ സ്ലോട്ട് ഇടാനായിട്ട് തുടങ്ങുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല അങ്ങനെയൊന്നും പറയരുത്. ബിക്കോസ് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്. മിക്കവാറും ഒരു ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. 8ന്റെ കഴിയണം. 8ന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാം. കാരണം വൈവ പ്രാക്ടിക്കൽ സെഷനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി എക്സാമും കഴിഞ്ഞിട്ട് വൈവ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ഡിലേ ആകും, ലാഗ് ചെയ്ത് പോകും. അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനും മാർക്ക് ലിസ്റ്റ് കിട്ടാനും ഒക്കെ വൈകിക്കും. അത് എളുപ്പമാക്കാൻ, പെട്ടെന്ന് നിങ്ങൾക്കത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രാക്ടിക്കൽ സെഷൻ കഴിയുന്നത് വൈവ ചെയ്യേണ്ടത്. കാരണം ആദ്യത്തെ ബാച്ചിന് ഇച്ചിരി ബുദ്ധിമുട്ടായി പോയി. യെസ്, പറഞ്ഞു. നമുക്ക് അന്ന് വൈവ ഡിക്ലെയർ ചെയ്യുന്ന ദിവസം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നേരിട്ട് വന്നിട്ട് അറ്റൻഡ് ചെയ്യാമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അതായത് നമ്മൾ ഈ സ്ലോട്ട് ഇടുന്നത് എന്തായാലും 2 ദിവസം മുമ്പ് ഇടും. ഇപ്പൊ നമുക്ക് പ്രീവിയസ്ലി നമുക്കറിയാം ആ ഒരു ടൈമിൽ എനിക്ക് പറ്റില്ല. ഇപ്പൊ ജോലിക്ക് പോണവരുടെ കാര്യം, അവർ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, അങ്ങനെ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ഇൻഫോം ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. കാരണം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഡേറ്റ്. അപ്പൊ ഇൻഫോം ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ. അപ്പൊ ഇൻഫോം ചെയ്യുക, പ്രസിദ്ധ മാമിന് മെസ്സേജ് അയക്കുക. അപ്പൊ ഇൻഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മാമിനും അയക്കണം കേട്ടോ. മാമാണല്ലോ അതോറിറ്റി. എന്നെയും കൂടെ ഒന്ന് ഉറപ്പെടുത്തുക. മാമിന് ഒത്തിരി മെസ്സേജ് വരുമ്പോൾ കാണോ കേൾക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിത്തരും. മാം പകുതി ഒക്ടോബർ പകുതി എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഒക്ടോബർ 17 തുടങ്ങി 20 വരെ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. അതാണ് ആ ഒരു ടൈമിൽ 4 ദിവസം അല്ലേ? ഡേറ്റ് കൺഫേം ആയില്ല. ഞാൻ ഒക്ടോബർ പകുതി കഴിഞ്ഞെന്ന് പറയാൻ കാരണം 8ന്റെ അപ്പോഴത്തേക്കും തീരും എന്നൊരു പ്രതീക്ഷയിലാണ് പറയണത്.
മാം 10th മുന്നേ എന്തായാലും ഉണ്ടാവില്ല അല്ലേ? ഒക്ടോബർ 10th മുന്നേ എന്തായാലും. ഓക്കെ മാം. നാട്ടിൽ പോകുന്നുണ്ട്, അപ്പൊ റെക്കോർഡ് ഒക്കെ എടുക്കണോ വേണ്ടിയോ എന്ന് അറിയാൻ വേണ്ടിട്ട്. 10th മുമ്പ് എന്തായാലും കാണില്ല. പിന്നെ ഇപ്പൊ പ്രാക്ടിക്കൽ സെഷൻ 10ന്റെ വരുന്നുണ്ടല്ലോ 4-ാം തീയതി. അന്ന് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ജിഷ മാമിനോട് പറഞ്ഞു. ഓക്കെ, അവർക്ക് അന്ന് വൈവ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിർബന്ധമില്ല, കാരണം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് 10ന്റെ പ്രാക്ടിക്കൽ ആണല്ലോ, അവരാരെങ്കിലും വൈവ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് അന്ന് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ട് വൈവ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിന്റെ കൂടെ തന്നെ നമുക്ക് സെമിനാർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതോ ക്ലാസ്സിൽ തന്നെ ചെയ്താൽ മതിയോ PG-ക്കാർക്ക്? നിങ്ങൾക്ക് PG-യുടെ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ. ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ക്ലാസ്സിൽ ചെയ്യൂ. ഈ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അത് പറ്റില്ലല്ലോ. അപ്പൊ അവര് വൈവയ്ക്ക് വരുമ്പോ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. അവര് വൈവ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. മാം ഞാൻ ആദ്യത്തെ ഇതില് പ്രാക്ടിക്കലിന് വന്നതാ. മാം എന്നെ കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ അന്ന് വൈവ അറ്റൻഡ് ചെയ്തില്ല. എന്റെ റെക്കോർഡൊന്നും കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഫോർത്തും ഫിഫ്ത്തും അന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ 3rd റെക്കോർഡ് എന്നിട്ട് നമ്മുടെ സെൻട്രലിൽ ഇരിക്കുക. അപ്പൊ ഈ അപ്പൊ അത് എന്താന്ന് വെച്ചാല് എനിക്കിപ്പോ ഈ റോഷിനിയും ക്ലാസ്സിന് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കൂടെ വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് അന്ന് വൈവയും കൂടെ അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നേരിട്ട്. വന്നോളൂ. ഓക്കെ. പ്രാക്ടിക്കൽ സെഷൻ അന്ന് വന്നിരുന്നതാണ്. അപ്പൊ എനിക്കും 4-ാം തീയതി വൈവ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ റെക്കോർഡ്സ് ഒക്കെ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് സൈനും സീലും വെച്ചിരുന്നു. അപ്പൊ ഇനി വീണ്ടും കൊണ്ടുവരണോ വൈവയ്ക്ക് വരുമ്പോ? ഞാനാണ് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ ഉണ്ടാകും, പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് വേറെ സ്കൂളിലേക്ക് പോകേണ്ടതുകൊണ്ട് വൈവ മറ്റു ടീച്ചേഴ്സ് ആയിരിക്കും. ഞാന് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടോ റീറ്റ? മാം കൊണ്ടുവരാൻ കുഴപ്പമില്ല. ഞങ്ങൾക്ക് അപ്പൊ 2ാമത് പ്രാക്ടിക്കലിൽ ഇരിക്കും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തതാണല്ലോ. അപ്പൊ വൈവ റിന്റെ വീട് അടുത്താണോ? അടുത്താണ്, ചെങ്ങമ്മനാടാണ്. ഓക്കെ, ഞാൻ മാമിനോട് ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? എനിക്കൊന്ന് എന്റെ നമ്പർ ഉണ്ടല്ലോ, എനിക്കൊന്ന് വൈകുന്നേരം ഒന്ന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര കുട്ടികൾ വരുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് ഒരു 50-55 പേരെ അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ പ്രാക്ടിക്കൽ ആവുമ്പോഴേ. മാമിന് ഞങ്ങൾ ലിസ്റ്റ് ഇട്ടിരുന്നു. ഈ 4-ാം തീയതി കൂടെ വരുന്നവരുടെ കൂടെ ഞങ്ങൾ റോഷിനി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങളിപ്പം റോഷിനി എത്ര പേരുണ്ട്? റോഷിനി 9 പേരുണ്ട് മാം. 9 പേര്. 80-ന്നും 10 പേരോളം ഉണ്ട്. നിങ്ങൾ 19 പേര് 10ലെ കുട്ടികൾ കൂടാതെ ഉണ്ട്. 10ന്ന് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 50-55 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. കുഴപ്പമുണ്ടാവില്ല. ഞാനും വൈവ പ്രാക്ടിക്കൽ ഞങ്ങൾ ഇരിക്കണോന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാനും റിന്റും ഒക്കെ ഞാൻ പറയാം ഇരിക്കുന്നതാണ്. എനിക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് ഒരു പ്രാവശ്യം ഒന്നും ചെയ്താലൊന്നും മനസ്സിലാവില്ലല്ലോ. വീണ്ടും ചെയ്താലേ മനസ്സിലാവും. അപ്പൊ 2ാമത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? പിന്നെ എന്നോട് ചോദിച്ചു വൈവ ടൈമിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു ചാൻസും കൂടെ തരും കേട്ടോ. നിങ്ങൾക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ചാൻസും കൂടെ തരും. 2 ചാൻസിലും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഫൈൻ അടയ്ക്കേണ്ടത്. പിന്നെ എപ്പോഴും വൈവ ഒരു സ്ലോട്ട് തരുമ്പോൾ ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പെട്ടെന്ന് ആ സമയത്ത് ഒരു പേഴ്സണൽ എമർജൻസി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലേ. കാരണം പ്രീവിയസ്ലി അറിയാവുന്ന നമുക്ക് നേരത്തെ പറയാം. ആ ദിവസം അല്ലെങ്കിൽ ആ ടൈം ആവാറാകുമ്പോൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് ഒന്ന് പറയാൻ പറ്റാതെ വരും. അതൊക്കെ കുഴപ്പമില്ല, എക്സ്ക്യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ അറിയിക്കാതിരിക്കുമ്പോൾ പറ്റുന്ന എന്താന്ന് വെച്ചാല് വൈവ ചെയ്യേണ്ട ടീച്ചർ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കും. അത് ഒഴിവാക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക കേട്ടോ. അല്ല മെയിൻ ചോദിക്കുക. അത് മാത്രമല്ല ചോദിക്കുന്നത് ആര്യ, നിങ്ങൾ എഴുതിയ സ്റ്റോറി, നിങ്ങൾ ചെയ്ത പസിൽസ് എല്ലാം ചോദിക്കാം. എന്തും റിലേറ്റ് ചെയ്ത്. റെക്കോർഡ് എന്ന് പറയുമ്പോൾ 5 റെക്കോർഡിനെ ബേസ് ചെയ്ത് ചോദിക്കാം. മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ 5th റെക്കോർഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം.
നമ്മൾ പെർഫോം ചെയ്യണ പോലെ ഇരിക്കില്ല നമ്മുടെ മാർക്ക്. അതെ അതെ അതെ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് എല്ലാം എഴുതി അസൈൻമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. പക്ഷെ അസൈൻമെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള റെസ്പോൺസിനനുസരിച്ചായിരിക്കും മാർക്ക് ഇടുക. അസൈൻമെന്റിന് 10 കിട്ടി എന്ന് കരുതിയിട്ട് അവിടെ മുഴുവൻ മാർക്ക് വരണം എന്നില്ല കേട്ടോ. മാം, ബാറ്റസ് റെക്കോർഡില്ലേ, അതില് നമുക്ക് തന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ ക്ലാസ് റൂമിൽ ഇട്ടത്, അത് ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. വേറെ എക്സ്ട്രാ നമ്മൾ ബാക്കിയുള്ള മെറ്റീരിയൽസ് അല്ലാതെ ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ വേറെ പ്രിന്റ് എടുത്ത് ഒട്ടിക്കണോ? നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. വരയ്ക്കാൻ അറിയുന്നവർ വരയ്ക്കൂ. കാരണം നമുക്കൊന്ന് കണ്ട് ഒരു പരിചയമാവും. പിന്നെന്ന് വെച്ചാല് നമ്മളിപ്പോ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ ആവണമെന്നില്ല പിന്നീട് വരുന്നത്. ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു വ്യത്യാസമാണ്. അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ട്. എന്നാലും പ്രിൻസിപ്പിളും വർക്കിങ്ങും എല്ലാം സെയിം തന്നെ. ഞാൻ പറഞ്ഞല്ലോ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഞാൻ പഠിച്ച സമയത്തുള്ളതല്ല ഇപ്പോഴുള്ളത്. എന്റെ റെക്കോർഡിൽ പഴയ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ പിക്ചറാണ് കിടക്കുന്നത്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ തെർമിക് ടാബ്ലറ്റ്സ് ആയിരുന്നു ഞാൻ പഠിക്കുമ്പോൾ ഉള്ളത്. ചെറിയ ചെറിയ ബോർഡ്, അതിന്റെ ടെമ്പറേച്ചർ മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പൊ തെർമിക് ബോട്ടിൽസ് ഉണ്ട്. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്ത് തന്നെയാലും മെറ്റീരിയൽസ് ഗ്ലാസ്, വുഡ്, മെറ്റൽ, ഇതല്ലാതെ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കില്ല മോണ്ടിസോറി മെത്തേഡിൽ. സ്കൂളുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ടോയ്സ് ഉണ്ടാവും. അതൊന്നും മറിയ മോണ്ടിസോറി യൂസ് ചെയ്തിട്ടില്ല. കാരണം കോസ്റ്റ് കുറവാണ് പ്ലാസ്റ്റിക്. അത് കുട്ടികൾക്ക് അങ്ങനെ അതുമായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ ജോമെട്രിക്കൽ സോളിഡ്സ് ഇല്ലേ, വുഡിന്റെയാണ് നമ്മുടെ കയ്യിലുള്ളത്, അതിന്റെ തന്നെ പ്ലാസ്റ്റിക് കിട്ടും. Excuse me, ma'am. Ma'am, just a request that when I went to training, I did not write the teaching manual or teaching teaching lesson, ma'am. So what about that in Viva? It will be important, or so in Viva I can brief, ma'am, what I thought and the materials what I used. Okay, no problem, Meghna. And that teaching manual for your growth only, because after some more days you won't be remember what I have done in that school that day, what activity I have given. So but it is better to make one teaching manual. How many days you have done? 1 month, ma'am. It's completed or you are still doing? No, ma'am, completed. I got the certificate also. Okay, if you remember the activities, can you just try to do the teaching manual for at least 10 days? Okay, ma'am, I'll do it. But the sign is important, ma'am. Principal sign. So if they will get the sign, if they will give you the sign and seal, then it will be more valued. Because in some cases, that will be a good, valuable thing in some cases, in some interviews. What is the matter means I couldn't get prescribed timetable, ma'am. The orderly the period. So I took the LKG, UKG, and most I couldn't get the proper time there. Okay. So that is the reason I couldn't make it. Okay, actually, we can make the teaching manual every day after the session or the day after tomorrow. That way you can make the teaching manual. If you remember everything, you can make it for 10 to 15 days. Okay, ma'am, that timing is prescribed that I can make it as a own my timing itself. Yeah, yes. Okay, thank you, ma'am. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഇപ്പൊ ടീച്ചിങ് ട്രെയിനിങ്ങിന് പോയിട്ടില്ല, പക്ഷെ വീട്ടിലിരുന്നോണ്ട് തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ അങ്ങനെ ഒരു ബേസിക് അറിയാത്ത സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതിന് ട്രെയിനിങ്ങിന് പോകേണ്ട ആവശ്യമില്ലല്ലോ? അതെന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ചെയ്യണതാണോ അതോ ഐശ്വര്യ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണോ, എങ്ങനെയാണ്? ഏതെങ്കിലും അക്കാദമിയിൽ ചേർന്നിട്ട് ചെയ്യാണ്. അവരെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമോ അതിന്? അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നോ പ്രോബ്ലം. അവ കുട്ടികളുടെ, കാരണം ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഫോണിൽ തന്നെയാണ്, പോയിട്ട് ചെയ്യല്ല, ഫോണിൽ. മനസ്സിലായി. അപ്പൊ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു ടീച്ചിങ് മാനുവൽ പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും മതി. നമ്മൾ ഇവരുടെ ഓരോ ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുമല്ലോ, അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ് കിട്ടുന്നത്, കുട്ടികൾ അങ്ങനെ അതിനെ കാണുന്നു, കുട്ടികളുടെ ഫീഡ്ബാക്ക്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. കാരണം ലിമിറ്റഡ് സറൗണ്ടിങ്സിൽ ഇരുന്നാണ് ഐശ്വര്യ അത് ചെയ്യുന്നത്. നേരിട്ട് പോലും അവരെ കാണുന്നില്ല അല്ലെ. അപ്പൊ നല്ലൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ.
മാം ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വൈവ പകലായിരിക്കുമോ അതോ നൈറ്റ് ആയിരിക്കുമോ? പകലും ഉണ്ടാവും, രാത്രി ഉണ്ടാവും. കാരണം വെച്ചാല് രാത്രി വളരെ കുറവ് സ്ലോട്ട് ആയിട്ട് ഉണ്ടാവാറ്. രാത്രി കൂടുതലും വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് രാത്രി സ്ലോട്ട് കൊടുക്കുള്ളൂ. എല്ലാവർക്കും നൈറ്റ് സ്ലോട്ട് കിട്ടില്ല. കാരണം ജോലിക്ക് പോണവർക്ക് പകൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു കംഫർട്ടബിൾ കൺവീനിയന്റ് ടൈം നൈറ്റ് ആണെങ്കിൽ അത്. പിന്നെ പക്ഷെ എന്നാലും ചിലർ ജോലിക്ക് പോകുന്നവർ ആ ഒരു ടൈം എങ്ങനെയെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ചിലപ്പം ഓഫീസിൽ അത്ര ഫ്ലെക്സിബിൾ ആണെങ്കിൽ അവർക്ക് ആ ഒരു ടൈം ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയാൽ 10 minutes അവർ അതിന് വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. മാക്സിമം കൊടുക്കുന്ന ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യും. പിന്നെ ഒട്ടും പറ്റാത്തവരാണ് ഈ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവര്. അവർ ആ ഒരു ടൈമിൽ ക്ലാസ് എടുക്കുവാണെങ്കിൽ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ നൈറ്റ് സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി 1 hour ആയിരിക്കുമോ അതുക്കുള്ളിൽ പോവും അഥവാ? വൈവയുടെ ടൈം ആണോ? അതെ മാം. 10 minute ഉണ്ടാവുള്ളൂ സുരമ്യ. അല്ല മാം, അതിപ്പോ 10 minute ഇപ്പൊ എനിക്കായിരിക്കുമല്ലോ, ഓരോ ആൾക്ക് വെച്ചിട്ടല്ലേ 10 minute. ഞാൻ ചോദിച്ച ടോട്ടൽ നമുക്കിപ്പോ എന്റെ ടൈം എപ്പോഴാന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല ഇപ്പൊ 8 മണി തുടങ്ങി 9 മണി വരെ രാത്രി ടൈമാന്ന് വിചാരിക്കുക. 8 മണി തുടങ്ങി 8:10 വരെ ഞാൻ കൊടുക്കുന്ന രീതി ഞാൻ പറയാം. 8 തുടങ്ങി 8:10 വരെ ഒരാളായിരിക്കും. പിന്നെ 5 minutes കഴിഞ്ഞിട്ടേ അടുത്ത ആൾക്ക് സ്ലോട്ട് ഉള്ളൂ. 8:15 അടുത്ത ആളുടെ സ്ലോട്ട്. 8:15 തുടങ്ങിയിട്ട് 8:25 വരെ. പിന്നെ 8:30 സ്റ്റാർട്ട് ചെയ്യും അടുത്ത ആളുടെ, മൂന്നാമത്തെ ആളുടെ. 8:40, then 8:45 to 8:55. അങ്ങനെ 4 പേരെ 1 മണിക്കൂർ. ആക്ച്വലി മാം ഞാൻ അതുകൊണ്ടല്ല ചോദിച്ചത്, അമ്മ കാലൊടിഞ്ഞ് കിടക്കുവാണ്. അപ്പം ബെഡിൽ തന്നെ കിടക്കും. അപ്പം എപ്പോഴാ ക്ലീനിങ് വരുന്നതെന്ന് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ തന്നെ ഞാൻ അതിനിടയ്ക്ക് ക്ലീനിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് അമ്മയുടെ ഫാമിലിന്ന് ആരെങ്കിലും വിളിച്ചിരുത്തണോ? കാരണം എനിക്ക് ആ സമയത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോന്നൊന്നും. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് ആകുമ്പം എനിക്ക് പറ്റുമല്ലോ, പക്ഷെ നമ്മൾ വൈവ് അറ്റൻഡ് ചെയ്യുമ്പം വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ നിക്കണല്ലോ. അതായത് പകലാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നൈറ്റ് ആവുമ്പോൾ ഹസ്ബൻഡ് വരും, ഓഫീസിൽ വരും. ഇല്ല ഹസ്ബൻഡ് എറണാകുളത്താണ്. ഞാൻ അമ്മയുടെ കസിൻസിനെ ആരെയും വിളിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡേറ്റ് നമ്മൾ നേരത്തെ പറയണല്ലോ. 2 ദിവസമോ 3 ദിവസം മുമ്പോ നിങ്ങളുടെ സ്ലോട്ട് ഇടും. ഇപ്പൊ സാറ്റർഡേ ഇടുന്ന സ്ലോട്ട്, തിങ്കളാഴ്ചത്തേക്കുള്ള സ്ലോട്ട് നിങ്ങൾക്ക് സാറ്റർഡേയോ ഫ്രൈഡേയോ കിട്ടും. അപ്പൊ നമുക്ക് സമയമുണ്ടല്ലോ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. നേരത്തെ സ്ലോട്ട് തരും. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ശരി. അപ്പൊ എന്തായാലും അമ്മയുടെ അടുത്ത് വേണം അല്ലേ? പിള്ളേരും ഉണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് മാറ്റാനൊക്കെ, ഡയപ്പർ ചേഞ്ച് ചെയ്യാനും മറ്റുമൊക്കെ വേണേ. അപ്പൊ അതുകൊണ്ടാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുവോ? അമ്മ സ്ട്രോക്ക് 3 സ്ട്രോക്ക് കഴിഞ്ഞ ആളാണേ. അപ്പം യൂറിൻ ചിലപ്പം അറിയില്ല പോകുന്നത്. അപ്പം ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ഇന്നാണെങ്കിൽ ബെഡ്ഷീറ്റും ഫുള്ളും എല്ലാം കുളമായിരുന്നു. അപ്പൊ നമുക്ക് അതൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ടൈം ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ പണിയും ചിലപ്പോൾ തീർന്നെന്ന് വരില്ല. അതുകൊണ്ടായിരുന്നു. അപ്പൊ അത് ആരെങ്കിലും ഒരാൾ നിർത്താനായിട്ടാണ് ചോദിച്ചത്. നേരത്തെ അറിയിക്കും. പെട്ടെന്നൊന്നും നിങ്ങളോട് ഇന്ന വൈവായിട്ടുണ്ട് അങ്ങനെ പറയില്ല കേട്ടോ. 2 ദിവസം മുമ്പെങ്കിലും ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ചെയ്യും. അമ്മയുടെ കസിൻസ് എല്ലാം ഇച്ചിരി ദൂരെയാണ്. വേറെ ആരെയും നമുക്ക് ഇൻഫോം ചെയ്യാനുമില്ല. അപ്പം അവരോടൊക്കെ, അവർക്കും ഓരോ ഫാമിലിയിലൊക്കെ കാണുമല്ലോ. നമ്മൾ കുറച്ച് ഒരാഴ്ച മുമ്പെങ്കിലും പറഞ്ഞാലേ എല്ലാരും അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടായിരുന്നു. മാം ഒക്ടോബറിലായിരിക്കും വൈവേ വരണത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം 8ന്റെ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ തുടങ്ങാം. കാരണം പ്രാക്ടിക്കൽ സെഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞതാണല്ലോ. ആണോ? ഏത് ഡേറ്റ് ലാസ്റ്റ് ഒക്കെ ആവോ? അതോ ആദ്യം അമൃതയുടെ എപ്പോ ആവുന്നാണോ ചോദിക്കണേ? ലാസ്റ്റ് അക്ഷരങ്ങൾ വരുന്ന ഫസ്റ്റ് തന്നെ ആവൂലോ. അപ്പൊ ഫസ്റ്റ് അനുസരിച്ച് നമുക്ക് എപ്പോഴും എളുപ്പം അതാണല്ലോ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇടാനാണല്ലോ. അപ്പൊ ഒരു കാര്യം ഒരു കാര്യം കൺവീനിയന്റ് ആയിട്ട് ചെയ്തു തരാം. പക്ഷെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് കൊണ്ട് ആരും ഇങ്ങനെ മാറി നിൽക്കരുത്. അതായത് നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് ഇടുക. ഇപ്പൊ ഒക്ടോബർ പകുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ്, അല്ലെങ്കിൽ പോട്ടെ നവംബർ ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ വൈവ തുടങ്ങുവാണെങ്കിൽ, തുടങ്ങുന്ന ആ സമയത്ത് ആദ്യം അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ വൈവയുടെ സ്ലോട്ട് ഇടുന്ന കുട്ടിക്ക് ആ ലിസ്റ്റ് കൊടുക്കാം. അപ്പൊ ആ കുട്ടി ആദ്യം അതിടും. ആ ലിസ്റ്റ് തീർന്നു കഴിയുമ്പോഴാണ് പിന്നെ അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എടുക്കുന്നത്, പിന്നെ അറ്റൻഡ് ചെയ്യാത്തത്. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു തരാം.
അതിൽ കൂടുതൽ നമുക്ക് help ചെയ്യാൻ. ഇപ്പൊ നവംബർ 10 തുടങ്ങി നിങ്ങളുടെ വൈവ തുടങ്ങുമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല കേട്ടോ, ഡേറ്റ് ഞാൻ കൺഫേം അല്ല. അത് മിക്കവാറും നെക്സ്റ്റ് പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോഴേക്കും നിങ്ങളുടെ വൈവ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആ സമയമാകുമ്പോൾ മാമിനോട് ചോദിച്ച് ഡേറ്റ് ഞാൻ കൺഫേം ചെയ്യും. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് മാം ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ ചെയ്യേണ്ടത് ആദ്യത്തെ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുടെ ലിസ്റ്റിങ് തരിക. അപ്പൊ വൈവയുടെ സ്ലോട്ട് ഇടുന്ന കുട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആ ലിസ്റ്റ് നോക്കി അങ്ങനെ സ്ലോട്ട് ഇടും. അത് കഴിയുമ്പോഴാണ് ഇപ്പൊ 50 പേര് റെഡിയായി വന്നു എന്ന് വിചാരിച്ചു, അത് കഴിയുമ്പോഴാണ് ബാക്കി പിന്നെ ഉള്ളവരുടെ പേര് നോക്കി ഇട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോഴേ പെൻഡിങ് ഒക്കെ ഉള്ളത് വേഗം വേഗം ചെയ്ത് സമയം ഒരു ദിവസം 20 മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. എല്ലാം ചെയ്ത് റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് അത് ഒക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ അല്ലാത്ത വർക്കുകളൊക്കെ വൈവ തീർന്നു കഴിഞ്ഞാൽ തിയറി മാത്രം മതിയല്ലോ. തിയറി എക്സാം മറ്റേത് തിയറി എക്സാം 26 അപ്പൊ ആ ഡേറ്റിലെങ്ങാൻ വരുമോന്ന് അറിയാനായിരുന്നു. എന്തായിരുന്നു 26 എന്താ ബ്രേക്ക് ആയി കേട്ടില്ല. കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് 26. അപ്പൊ ആ തന്നെ വെക്കാറില്ല, വൈവേ അന്ന് ആഘോഷിക്കാൻ. അല്ല, അന്ന് ഒക്ടോബറിൽ ഹസ്ബൻഡും വരും പുറത്തുനിന്ന്. അപ്പൊ ആ ഡേറ്റിലെങ്ങാൻ വന്നാ പിന്നെ പോയില്ലേ. അത് എന്തെങ്കിലും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് അറിയിച്ച് അത് മാറ്റൂ കേട്ടോ. വെറുതെ ചെറിയ ചെറിയ റീസൺസിനൊന്നും മാറ്റാതിരിക്കും. ആരുടെ ഏതോ ഒരു കുട്ടിയുടെ എക്സാം, തിയറി എക്സാം നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ? വൈവയ്ക്ക് അങ്ങനെയല്ല, വൈവയ്ക്ക് പറ്റും, തിയറി എക്സാമിന് പറ്റില്ലല്ലോ. ഏതോ ഒരു ആള് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വാവ ഉണ്ടായതാട്ടോ. വാവ ഉണ്ടായി 2 മാസമേ ഉള്ളൂ. വൈവ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പം ഒരു തിയറി എക്സാമിന്റെ ഡേറ്റ് കൊടുത്തു. ഒരു എക്സാമിന്റെ അന്നാണ് ആ കുട്ടിയുടെ മാമോദിസ. അപ്പൊ ഞാൻ പറഞ്ഞു എക്സാം വൈകിട്ടല്ലേ, ഈവനിങ് അല്ലേ, മാമോദിസ രാവിലെ അല്ലേ പള്ളിയിൽ നടത്താറ്. എനിക്ക് അങ്ങനെ എന്തോ അറിവാണ്. പറഞ്ഞു മാമോദിസ രാവിലെയാണ്, പക്ഷെ ഇവര് ഈവനിങ് ഫ്രണ്ട്സ് ഫാമിലി ഒരു ഗ്യാതറിംഗ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെന്ന് വീട്ടില്. ഞാൻ പറഞ്ഞു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് കൊണ്ട് എക്സാം എഴുതി തീരും. ആ ഒരു കാരണം വെച്ച് ഒരു പേപ്പർ എഴുതാതിരുന്ന പിന്നെ അടുത്ത ബാച്ചിന്റെ കൂടെ അല്ലേ എഴുതാൻ പറ്റൂ. അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എന്തായാലും സെമിനാർ മലയാളത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? മലയാളത്തിൽ ചെയ്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല മലയാളം യൂസ് ചെയ്യാം. നമ്മൾ സംസാരിക്കുന്ന പോലെ ആയി പോരുത്. നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുക്കുന്ന ആ ഒരു വേയിൽ തന്നെ ചെയ്യാം. പക്ഷേ മലയാളം നല്ലതാണല്ലോ കേട്ടിട്ട്. ഓക്കെ, ക്ലാസ് നമ്മള് പാർട്ട് 3 യൂണിറ്റ് 3 അല്ലേ? യൂണിറ്റ് 3 കഴിഞ്ഞോ? അതെ മാം, അതെ മാം. അതിലിപ്പോ എടുത്തേക്കണം മാം സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് വരെ എടുത്തിട്ടുള്ളൂ. സ്റ്റേജസ് ഓഫ് ഗ്രോത്തിന്റെ ഓരോ പീരീഡ്സ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയിരുന്നോ? അത് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ആ അഡൾട്ട്ഹുഡും ചൈൽഡ്ഹുഡും ഒക്കെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ മാം. വായിച്ചു നോക്കാനും പറഞ്ഞായിരുന്നു. മാം ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ മാം. പിന്നെ നമുക്ക് 10 ക്വസ്റ്റ്യൻ തന്നില്ലേ? ആ 10 ക്വസ്റ്റ്യൻ തന്നതിൽ അതിൽ ഡേ ടൈം ടൈം ടേബിൾ ഉണ്ട്. അത് നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യുന്നതിന്റെ ആണോ അല്ല നമ്മുടെയാണോ? നമ്മുടെ ഡെയിലി റൊട്ടീനാണ്, നമ്മുടെ ദിനചര്യകള്. ഓക്കെ മാം. അതിപ്പോ സൺഡേ ഒക്കെ വേറെ ആയിരിക്കും. നമ്മൾ സാധാരണ നമ്മളെ വീക്ക് ഡേയ്സിൽ ഇപ്പൊ രാവിലെ എണീറ്റ് നമുക്കറിയാം, ഇപ്പൊ ജോലിക്ക് പോണവരാണെങ്കിൽ ജോലിക്ക് പോകുന്നതിനനുസരിച്ച് അവരുടെ മാറും. കുട്ടികള് സ്കൂളിൽ വിട്ട് വീട്ടിലെ കാര്യം അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് മാറും. സൺഡേ നമ്മൾ ഒരു ഫ്ലെക്സിബിൾ ആണല്ലോ, അന്നത്തെ ദിവസം നമ്മൾ വേറെ പല കാര്യങ്ങളും ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു 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 മോഡൽ അത്രയും മതി. ഓക്കെ മാം. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അല്ലെ? അപ്പൊ മറിയം മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എക്സാമിന് എപ്പോഴും ചോദിക്കും, എല്ലാവർക്കും മാറിപ്പോകാനുള്ള ഒരു ചാൻസസ് ഉള്ള കാര്യമാണ്. 2 സ്റ്റേജസ് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ആണ്. ഈ സ്റ്റേജസിനെ തന്നെ മറിയ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത്
ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് അല്ലെങ്കിൽ 2 ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് അവരതിനെ പറഞ്ഞിട്ടുണ്ട്. അത് പാകപ്പെടുന്ന പ്ലെയിൻ, അതാണ് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് അതിനെ മറിയം മോണ്ടിസോറി വിളിച്ചിട്ടുണ്ട്. അതിലെ ചൈൽഡ്ഹുഡ് എന്നുള്ളത് 0 തുടങ്ങി 12 years ആണ്. അതായത് ബർത്ത് തുടങ്ങി 12 years ആണ്. ഞാൻ ഷെയർ ചെയ്യാട്ടോ. 0 തുടങ്ങി 12 years ആണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. പക്ഷെ മറിയ മോണ്ടിസോറി അതിനെ 0 to 6 എന്ന ഒരു പീരീഡും 6 to 12 എന്ന രണ്ടാമത്തെ പീരീഡുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം. ചൈൽഡ്ഹുഡിനെ 2 പീരീഡ് ആക്കി, അഡൽട്ട്ഹുഡിനെ വീണ്ടും 2 പീരീഡ് ആക്കി. അങ്ങനെ ടോട്ടൽ 4 periods, അതായത് 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മറിയ മോണ്ടിസോറി എത്ര സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? അത് 2 ആണ് ആൻസർ. എത്ര പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? അത് 4 ആണ് ആൻസർ. എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? അതും 4 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ബാച്ചിലും ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് കൺഫ്യൂഷൻ ആകരുത്. സ്റ്റേജസ് ആണ് 2 എണ്ണം, പീരീഡും ഫോർമേറ്റീവ് പ്ലെയിനും സെയിം ആണ് 4 എണ്ണം. നിങ്ങൾക്കും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഏജിലെ കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ചുറ്റും ഉണ്ടായിരുന്ന കുട്ടികളുടെ ആ രീതികൾ ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരുന്ന സമയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. കാരണം 3 years ശേഷമുള്ള കുറെയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ നാച്ചുറൽ ഡെവലപ്മെന്റിനെ കുറിച്ചായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് അല്ലേ? എങ്ങനെയാണ് കുട്ടി നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത് കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടി ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് തുടങ്ങുന്നു. ഫ്രീഡം കൊടുക്കുന്ന കാരണം കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നു. കുട്ടിയുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ കൺട്രോൾ, ആക്ഷൻസിന്റെ കൺട്രോൾ കിട്ടുന്നു. അങ്ങനെ കുട്ടിയുടെ ബുദ്ധി, ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഇന്റലിജൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ആ ചെയ്തിരുന്ന ആക്ടിവിറ്റി പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് ആക്ടിവിറ്റിയെ വേറെ പല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതെല്ലാം ഓരോ ഏജിലെ ഓരോ ഡെവലപ്മെന്റ് പിന്നീടുള്ള ഏജില് കുട്ടിയെ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓരോ ഏജിലെ റിഫ്ലക്ഷൻസും അടുത്തടുത്ത ഏജിലേക്ക് വരുന്ന രീതിയിലാണ് പോകുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസ് അവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒന്ന് സെൻസിറ്റീവ് പീരീഡ് ആണ്, മറ്റേത് അബ്സോർബന്റ് മൈൻഡ് ആണ്. കുട്ടി സെൻസിറ്റീവ് ആണ്, സറൗണ്ടിങ്സുമായിട്ട് കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും രുചിച്ചു നോക്കുന്നതും എല്ലാം അവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പിന്നെ ചെറിയ പ്രായത്തില് കുട്ടിക്ക് കോൺക്രീറ്റ് ഐഡിയാസ് ആണുള്ളത്. ജസ്റ്റ് ഇതൊന്ന് ബ്രീഫ് ചെയ്യുവാണ് ഈ ലെസൺ. കോൺക്രീറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്, ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. വലുതായി കഴിയുമ്പോഴാണ് അബ്സ്ട്രാക്ട് ഐഡിയാസ്, ഇമാജിൻ ചെയ്ത് ഇങ്ങനെ വന്നാൽ അങ്ങനെ ആകും എന്നൊരു കൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടുന്നത്. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ? ചെറിയ ക്ലാസ്സിൽ നമുക്ക് എല്ലാം കാണിച്ചു തരും അല്ലെ? ഇപ്പം 5 നിന്ന് 2 ടേക്ക് അവേ ചെയ്താൽ എത്രയാകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അതേസമയം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു 5 beads കാണിച്ചിട്ട് 2 beads അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞു, അപ്പോൾ അതാണ് കോൺക്രീറ്റ് ഐഡിയ എന്ന് പറയുന്നത്. കണ്ട് തൊട്ട് അങ്ങനെ ചെയ്ത് നോക്കി മനസ്സിലാവുന്നത്. അതേസമയം അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയാ, നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, നമ്മളുടെ നാട്ടിലുള്ള വെള്ളത്തിന്റെ സോഴ്സ് എല്ലാം ഇല്ലാതായാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റിൽ എത്താൻ പറ്റുന്നതാണ് അബ്സ്ട്രാക്ട് ഐഡിയ എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ കോൺക്രീറ്റ് ഐഡിയാസ് ആണ് ഇവര് കൂടുതലും മനസ്സിലാക്കുള്ളൂ. അബ്സ്ട്രാക്ട് ഐഡിയ അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് കുട്ടിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് നീ സത്യം പറയണം, കള്ളം പറയാൻ പാടില്ല, നല്ല കുട്ടിയായിട്ട് വളരണം എന്നൊക്കെ പറഞ്ഞ കുട്ടി നമ്മളെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. അതേസമയം നമ്മൾ അവനെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ നല്ല രീതിയിൽ ഒരു പ്ലേറ്റ് കഴുകാം, എങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം വീണുപോയതിനെ തുടച്ചു വൃത്തിയാക്കാം. നമ്മൾ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ അവര് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താന്നുള്ളത്.
അപ്പൊ അതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മള് റെക്കോർഡില് സ്റ്റോറിയും റൈമും നമ്മൾ എഴുതിയപ്പോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കുട്ടികൾക്ക് മനസ്സിലാകുന്ന പോലത്തെ, അവർക്ക് ഡൈജസ്റ്റ് ആവുന്ന പോലത്തെ, അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. റൈം എഴുതിയപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു 8 to 12 ലൈൻസ് മതി. 20, 30, 40 ലൈൻസ് ഉള്ള റൈം എഴുതി അവർ ശ്രദ്ധിക്കില്ല. അവർക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കണ രീതിയിൽ ഒരു ടോണില് ആക്ഷൻസിലൂടെ നമുക്കൊരു 8 ലൈൻസിന്റെ ഒരു റൈം അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരും അത് അവരുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവും, അവരും അത് പാടാൻ തുടങ്ങും 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ 20-30 ലൈൻസിന്റെ വരുമ്പോൾ അവർ വെഡപ്പാവും, അവരത് ശ്രദ്ധിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു സ്റ്റോറി എഴുതുമ്പോൾ അതിലൊരു മോറൽ, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. നമ്മളല്ലാതെ കുട്ടികളോട് ഓണസ്റ്റ് ആവണം, ഫങ്ഷൻ ആവണം എന്ന് പറയുന്നതിനേക്കാളും നമ്മളതൊരു കഥയിലൂടെ പറഞ്ഞ് അത് കുട്ടികളെ കൊണ്ട് ആ റോൾ പ്ലേ പോലെ ചെയ്യിച്ചു കഴിയുമ്പോൾ ആ മെസ്സേജ് അവരുടെ ഉള്ളിലേക്ക് കടക്കും. അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവർ സോഷ്യലൈസ് ചെയ്യുന്നതും അവരെപ്പോഴും വൈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും, ക്യൂരിയസ് ആയിരിക്കും. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് അവർക്ക് മനസ്സിലാകണം. അപ്പം കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ അവർ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അനലൈസ് ചെയ്ത് അവർ റിസർച്ച് ചെയ്ത് അവർക്കൊരു നോളജ് ആയിട്ട് തീരും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പീരീഡിലൂടെ കിടക്കാം. ഫസ്റ്റ് പീരീഡ് ഇത് വായിച്ചിരുന്നു. ക്ലാസ് ലീഡ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ലീഡ് ചെയ്യാട്ടോ, ഞാൻ തന്നെ പറയണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടൊക്കെ പറയാനായിട്ടൊക്കെ പറ്റും. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് നമ്മൾ വായിച്ചു പോയിരുന്നോ? യെസ് മാം, ഇവിടെ വരെ വായിച്ചു. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് പീരീഡ് തുടങ്ങി എടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പീരീഡ് മുഴുവനും ഒരാൾക്ക് റെഡി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പീരീഡ്, ഈ ഫസ്റ്റ് പീരീഡ് ആണ് ആക്ച്വലി നമ്മൾ ഈ ലെസണിൽ ആദ്യം മുഴുവൻ പറഞ്ഞത്. ഫസ്റ്റ് പീരീഡ് രീതി തന്നെ നമ്മൾ പറഞ്ഞ ഡെവലപ്മെന്റ് ഓഫ് വിൽ എല്ലാം വരും. ഡെവലപ്മെന്റ് അത് വായിച്ചോളൂ. First period 0 to 6 years. The first period 0 to 6 years is marked by fast and intense changes in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitivities to help themselves in their development of personality. Their development takes place as the predetermined psychic patterns unfolds with the help of an absorbent mind and a sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural laws, psychic pattern at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life, and stages of growth. നമ്മൾ ഈ ലെസണിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ടാണ് അതൊരു പാരഗ്രാഫിൽ കുറച്ചത്. നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. ഡെവലപ്മെന്റ് ഓഫ് വിൽ, അതുപോലെ തന്നെ ഈ ഒരു 0 to 6 years മോണ്ടിസോറിയുടെ കോൺട്രിബ്യൂഷനും ഒബ്സർവേഷനും നല്ല വൈഡ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റി. പക്ഷെ അടുത്ത പീരീഡുകളിലൊക്കെ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ മറിയാം മോണ്ടിസോറിക്ക് പറ്റിയില്ല. ഇൻകേപ്പബിൾ ആയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ 0 to 6 years അവരുടെ ഒബ്സർവേഷൻസ് എല്ലാം വളരെ ആപ്റ്റ് ആയിരുന്നു. അവർ പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നു. അവര് ഓരോ എക്സ്പീരിയൻസിലൂടെ പലരും ക്രിട്ടിസൈസ് ചെയ്തു ചില കാര്യങ്ങൾ. മോണ്ടിസോറിയുടെ ഇത് ഫ്രീഡം കൊടുത്താൽ അങ്ങനെയാവില്ല ഇങ്ങനെയാവില്ല എന്ന് ചോദിച്ചു. പക്ഷെ മറിയാം മോണ്ടിസോറി അത് വളരെ നല്ലതായിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് കാണിച്ചു. അങ്ങനെ പറഞ്ഞ ആളുകളോടൊക്കെ അങ്ങനെ കാണിച്ചു. അപ്പൊ ശരിക്കും 0 to 6 years അവരുടെ ഒബ്സർവേഷൻസ് കറക്റ്റ് തന്നെയായിരുന്നു. നമ്മൾ അതാണ് ഇപ്പൊ ഞാനൊന്ന് ബ്രീഫ് ചെയ്തതും ഈ 0 to 6 years കാര്യമാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ ഭാഗം അതായിരുന്നു. ഇനി സെക്കൻഡ് പീരീഡ് ആരാധിക്കാം, 6 to 12 years. ഇതിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലെ ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും വരെ വായിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫും പിന്നെ ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും വായിച്ചു. ആരായിരുന്നു വായിക്കാന്ന് പറഞ്ഞേ?
രണ്ടുപേര് പറഞ്ഞുപോയി, ഞാനും തനുജയും പറഞ്ഞുപോയി. അപ്പൊ തനുജ വായിച്ചോട്ടെ. അത് കഴിയുമ്പോ ഭാഗം ആര്യ വായിച്ചോളൂ 6 കേട്ടോ. to 12 years. In the second period, Montessori examined changes in direction of development and children's focus. Children's focus changes from one of self-creation to the development as social beings. At this stage, children have new powers. In the earlier period, the absorbent mind and sensitive periods help a child in his development. However, in the second period, these are replaced by what Montessori referred to as psychological characteristics. Changes in the second period are as follows. Continue ചെയ്യണം miss. Physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. Mental changes. In the first period, children work with the material to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existing relationship with what is already there. Children are very interested in knowledge during this period. Dr. Maria Montessori wrote, all other factors sink into insignificance beside the importance of people. നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സ് ആണ് സെക്കൻഡ് പീരീഡ്. അതായത് ചൈൽഡ്ഹുഡിലെ രണ്ടാമത്തെ പീരീഡ്. ചൈൽഡ്ഹുഡിൽ 2 പീരീഡ് ആണുള്ളത്. ഫസ്റ്റ് പീരീഡ് നമ്മൾ ഓൾറെഡി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. സെക്കൻഡ് പീരീഡിൽ മോണ്ടിസോറി എക്സാമിൻ ചെയ്ത പല ഏരിയയിലും ചേഞ്ചസ് എക്സാമിൻ ചെയ്തു. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ്, മെന്റലി ഉണ്ടാകുന്ന ചേഞ്ചസ്. ഈ ഒരു ടൈമിൽ ന്യൂ പവേഴ്സ്, അതായത് ചെറു പ്രായത്തില് ഒരു അസുഖങ്ങൾ പെട്ടെന്ന് വരും അല്ലെ, ഇവരിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നു. കുറച്ചുകൂടി ഇമ്മ്യൂൺ ആവുന്നവര് അതെല്ലാം വരുന്നു. പിന്നെ കുറച്ചുകൂടെ അവർ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒരു സോഷ്യൽ ബീയിങ്സ് ആയിട്ട് മാറുന്നതിന്റെ ഡെവലപ്മെന്റ്. കൂട്ടുകാരുണ്ടാകുന്നു, കൂട്ടുകാരുമായിട്ട് അവരുമായിട്ട് ചേർന്ന് ഗ്രൂപ്പായിട്ട് കളികളിൽ ഏർപ്പെടുന്നു, അങ്ങനെയുള്ളതെല്ലാം. സെക്കൻഡ് പീരീഡില് ഈ ഫസ്റ്റ് പീരീഡിൽ സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും ആണെങ്കിൽ സെക്കൻഡ് പീരീഡിൽ സെയിം തന്നെയാണ്, പക്ഷെ അത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പീരീഡിലൊക്കെ കുട്ടികൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ആ ചെറിയ പ്രായത്തിലൊക്കെ എന്ത് പറഞ്ഞാലും അമ്പിളിമാമനെ പിടിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും. പക്ഷെ ഈ ഒരു പീരീഡ് എത്തുമ്പോൾ അവരെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. ദേ നോ വാട്ട് ഇസ് റിയൽ ആൻഡ് അൺറിയൽ എന്നുള്ളത്, ഏതാണ് കറക്റ്റ് അത് അവർക്ക് അറിയാനായിട്ട് പറ്റും. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് പോയി, അവരുടെ ആ ഒരു എന്താ പറയാ മിൽക്കി ടീത്ത് അത് പോയിട്ട് അവരുടെ പെർമനന്റ് ടീത്ത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. ഫിസിക്കൽ ഹെൽത്ത് കുറെ കൂടെ സ്റ്റേബിൾ ആണ്. അസുഖം എപ്പോഴും വരുന്നതൊക്കെ മാറും. മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഗെയിംസിൽ അവർ പങ്കെടുക്കുന്നു, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവുന്നു. സ്കൂളുകളിൽ അതിനുള്ള ഗെയിംസ് അത്ലറ്റിക്സിലൊക്കെ പങ്കെടുക്കും. ഫിസിക്കൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റി, അവർക്ക് നല്ല സ്റ്റാമിനയും എനർജിയൊക്കെ തരും. പിന്നെ മെന്റൽ ചേഞ്ചസ്. ഈ ഒരു ഫസ്റ്റ് പീരീഡിൽ കുട്ടികൾ പല മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്ത് അവരിൽ പല വാല്യൂസും പല ക്വാളിറ്റീസും വരുന്നു. ഇത് സെക്കൻഡ് പീരീഡിലാവുമ്പോഴും ഇവർക്ക് ആ ഒരു ഇമ്മൻസ് പവർ ഉണ്ട്. അവർ കൂടുതൽ എഫേർട്ട് എടുക്കും. ഈ ഒരു കോൺസെൻട്രേഷൻ എന്നുള്ള കാര്യം കൂടുതൽ സ്ട്രോങ് ആവുന്നു. അവരുടെ ക്രിയേറ്റീവ് ടാലൻസ് ഒക്കെ നമ്മൾ ഈ സയൻസ് എക്സിബിഷൻ ഒക്കെ നടത്തുമ്പോൾ ഇവര് ഫസ്റ്റ് പീരീഡിലെ ഇതില് നല്ലപോലെ ക്രിയേറ്റീവ് ഇമാജിനേറ്റീവ് പവർ ഉള്ള കുട്ടികൾ ഈ സയൻസ് എക്സിബിഷനൊക്കെ വരുമ്പോൾ ഒരു തന്നെത്താനെ പല കാര്യങ്ങളും ഉണ്ടാക്കും. അതേസമയം ഫസ്റ്റ് പീരീഡിൽ 0 to 6 ഇയേഴ്സിൽ ഡെവലപ്മെന്റ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഇവര് ഫുള്ളി ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് കാര്യമായ ഫ്രീഡം കിട്ടുന്നില്ല. എല്ലാം അവർക്ക് അമ്മ, അച്ഛൻ, ചേട്ടൻ ആരെങ്കിലുമാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ഇവരുടെ മനസ്സിൽ ഈ തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിലും ഇവർക്ക് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരില്ല. അതാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ പറയുന്നത്. ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രീവിയസ് പീരീഡിന്റെ റിഫ്ലക്ഷൻ തന്നെ വരും. അപ്പൊ ഫസ്റ്റ് പീരീഡിൽ അവരെല്ലാം തന്നെ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ ഒരു സെക്കൻഡ് പീരീഡ്, ഈ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴാണല്ലോ സ്കൂളിൽ
സയൻസ് എക്സിബിഷൻ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ടാലൻസ് വളരെ നല്ല മികച്ച ടാലൻസ് ആയിരിക്കും. അവർക്ക് അവരുടെ മൈൻഡ് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം, എക്സ്പീരിയൻസ് പറയാം. പ്ലീസ് ഭീഷ്മ, ഇതിന് പറയാനാണോ? ട്രെയിനിങ്ങിന് പോയിരുന്ന സമയത്തെ അവിടെ ട്രെയിനിങ്ങിന് പോയിരുന്ന സമയത്ത് LKG സ്റ്റുഡൻസ്, അപ്പം എൻ്റെ ഒപ്പം നിൽക്കുന്ന അവിടുത്തെ ക്ലാസ് ടീച്ചർ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം കുട്ടികൾക്ക് എഴുതാനായിട്ടുള്ള കഴിവുണ്ട്, പക്ഷെ അവരെ പാരൻസ് എഴുതി വിടും. നമ്മൾ ഹോംവർക്ക് കൊടുത്ത് വിടുമ്പം പാരൻസ് അവിടെ നിന്ന് അവർക്ക് എഴുതി കൊടുത്തു വിടും. കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് അവർ വന്നിട്ട് പറയും ഇത് ആരെഴുതിയതാന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ പറയും എൻ്റെ അമ്മ എഴുതി തന്നതാ, എൻ്റെ അച്ഛൻ എഴുതി തന്നതാന്ന് പറയും. അപ്പം ഞാൻ മിസ്സിൻ്റെ അടുത്ത് പറയും, മിസ്സേ ഇത് അവരോട് പറയണം, പാരൻസിനോട് പറയണം, എഴുതി കൊടുക്കരുത്. അപ്പം മിസ്സ് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും വീണ്ടും അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാം ഒരു കാര്യം ചെയ്യും, ഞാനൊരു ടെക്സ്റ്റ് അയച്ചു തരാം, മാം അത് അങ്ങനെ തന്നെ ഗ്രൂപ്പിൽ അങ്ങാടി ഇടുന്നു. ഞാനിങ്ങനെ എഴുതി, നമ്മുടെ കുട്ടികളെല്ലാവരും എലിക്കും പുള്ളിനും കേടില്ലാത്ത വിധത്തിൽ നമ്മൾ പറയണമല്ലോ. അപ്പം പറഞ്ഞു ഞാനിങ്ങനെ എഴുതിയ വിട്ടത്, നമ്മളുടെ കുട്ടികളെല്ലാവരും നല്ല കഴിവുള്ളവരാണ്, നമ്മുടെ മക്കളുടെ കഴിവുകൾ നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കരുത്, അവർ നന്നായിട്ട് എഴുതുന്ന കുട്ടികളാണ്, അപ്പം അവർ ശ്രമിക്കട്ടെ, അവർ എഴുതാനായിട്ട് അവർ തന്നെ എഴുതി പഠിക്കട്ടെ, അപ്പോഴല്ലേ അവർ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാം അങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് ഇടാൻ പറഞ്ഞു. അതിനുശേഷം എല്ലാ കുട്ടികളുടെ പാരൻസും അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരെ തന്നെ എഴുതട്ടെ എന്ന് വിചാരിച്ച് എഴുതി വിടും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളുടെ പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ പോയായിരുന്നു. അപ്പം പറഞ്ഞു മാമിനെ കണ്ടപ്പോൾ പറഞ്ഞു സെയിൻ എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്, അവൻ ഒട്ടും എഴുതില്ല, ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് ഞാൻ കൈ പിടിപ്പിച്ച് ബോർഡിൽ ഇവർക്ക് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതിപ്പിക്കുമായിരുന്നു. അപ്പം അവൻ എഴുതും. അപ്പം എനിക്ക് മനസ്സിലായി അവൻ അങ്ങനെ എഴുതിപ്പിക്കുമ്പോൾ അവൻ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ മാമിനോട് മാം ഇങ്ങനെ എഴുതിപ്പിക്കുക, അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്ക്, അപ്പം അവരെഴുതും. അങ്ങനെ അവൻ ഇന്ന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അവന്. ഞാൻ ചെന്നപ്പം മിസ് പറഞ്ഞു, സെയിൻ്റെ അമ്മേനെ കണ്ടപ്പോൾ പറഞ്ഞു മിസ് എന്തേ വന്നപ്പോൾ ഞാൻ എൻ്റെ മോളുടെ പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ വന്നതാന്ന് പറഞ്ഞപ്പം നല്ല മാർക്ക് ഉണ്ടാവനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റാണ്, അവൻ്റെ ആ കഴിവ് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് മിസ്സിനോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ എഴുതിപ്പിക്കണം. അപ്പം മിസ് എനിക്ക് അവനിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു അവരുടെ ക്ലാസ്സിൽ, നല്ല കുട്ടികൾ, നന്നായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട്, ഒട്ടും എഴുതാൻ വയ്യാത്തവരുണ്ട്. പക്ഷെ നമ്മൾ കൈ ജസ്റ്റ് നമ്മൾ പെൻസിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അവരെഴുതുന്നുണ്ട്. അപ്പം എനിക്ക് ഇപ്പം അത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ പാരൻസ് കുറെ കുട്ടികളുടെ കഴിവുകൾ ഇല്ലാണ്ടാക്കുന്നവരുണ്ട്. അവർക്ക് ടൈം കൊടുക്കുന്നില്ല എഴുതാൻ, അവര് വേഗം എഴുതി തീർക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, നല്ല കാര്യം ഗ്രീഷ്മ. എനിവേ എനിക്ക് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസം. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും ജോലി കിട്ടി പോയി അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഫീഡ്ബാക്ക് അതാണ്. നമ്മള് അവരുടെ കഴിവുകളെ ഇല്ലാതാക്കുന്നതും അവരോട് അടുത്ത് നിൽക്കുന്നവർ തന്നെയാന്ന് കാണുമ്പോഴാണ് ഏറ്റവും വിഷമം, ഈ പാരന്റ്സ് തന്നെ ചെയ്യുമ്പോഴേ. ഓക്കെ, അവർ തന്നെ പഠിക്കാൻ തുടങ്ങും. ശരിക്കും 4th സ്റ്റാൻഡേർഡ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുടെയും സപ്പോർട്ട് അവർക്ക് വേണ്ട, അവർ തന്നെ എല്ലാം പഠിക്കും. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, അവരുടെ ആ അക്കാദമിക്സ് കറക്റ്റ് രീതിയിൽ തന്നെയാണോ പോകുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെയാണ് മാം, നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റില്ല എന്ന് മാം പറഞ്ഞില്ലേ. അപ്പൊ എന്റെ ചെറിയ ആൾക്ക് 2.5 വയസ്സേ ഉള്ളൂ, വലിയ ആൾക്ക് ഇതിനേക്ക് 7 വയസ്സായി. അപ്പൊ ഒരു ദിവസം ചെറിയ ആൾ ഉറങ്ങുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോക്ക്, അമ്പിളിമാമൻ വരെ ഉറങ്ങി, നീ ഇനി ഉറങ്ങിക്കില്ലല്ലോ, നമുക്ക് ഉറങ്ങാൻ പോവെന്ന്. വലിയ ആള് പറയാ എന്താ അമ്മ കുഞ്ഞിനെ പറ്റിക്കുന്നത്, അമ്പിളിമാമൻ ഉറങ്ങാൻ പോവോ, ഇങ്ങനെയായിരിക്കും അല്ലേ അമ്മ എന്നെ പണ്ട് പറ്റിച്ചത് എന്ന് എന്നോട് ചോദിക്കുവാണ്. പിന്നെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനത്തെ ആളെ മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. എന്താ അമ്മ കുഞ്ഞിനെ പറ്റിക്കുവാണല്ലേ എന്നോട് ചോദിക്കുവാണ്. ഇപ്പൊ അത് നമ്മൾ പറഞ്ഞത് അവരുടെ ടാലൻസും എല്ലാം ലിമിറ്റ്ലെസ് ആണ്. അപ്പൊ ശരിക്കും അവർ അത്രയും പൊട്ടൻഷ്യലോട് വന്നിട്ട് അതിന് തടസ്സം വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവരുടെ മെന്റൽ ചേഞ്ചസ് അതാണ്. കുട്ടികൾ അവരുടെ മൈൻഡിനെ ഫോം ചെയ്യുക, അവർ തന്നെ അവരുടെ, നമ്മൾ പറയില്ലേ നമ്മളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു അത് ചെയ്യണ്ട, ശരിയാവില്ല, ഇത് ചെയ്തോളൂ, അങ്ങനെ നമുക്കൊരു ഉൾവിളി എന്ന് പറയില്ല, അത് എല്ലാവർക്കും ഉണ്ട്, ചെറുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. നമുക്ക് അറിയാം ചെറിയ അനിമൽസ്
അവരിപ്പോ പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച് അല്പസമയം കഴിയുമ്പോൾ തന്നെ വേച്ചാണെങ്കിൽ നടന്നൊന്ന് വീണ് പെട്ടെന്ന് തന്നെ ഓടാനായിട്ട് തുടങ്ങും. എന്റെ അമ്മ വീട്ടില് ഇത് പശു ഉണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും ഈ പശു പ്രസവിക്കുന്നത് രാത്രിയാട്ടോ. അപ്പൊ നമ്മളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഇതിപ്പോ പ്രസവിക്കുന്നു പറഞ്ഞപ്പോ കുറെ നേരമായിട്ട് ആവാതാകുമ്പോ ഞങ്ങൾ പിള്ളേരൊക്കെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങൾ വേഗം ഓടി തൊഴുത്തിന്റെ അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഈ പശുക്കുട്ടി ഓടി നടക്കുന്നത്. അതായത് രാത്രി പ്രസവിച്ച ഈ കുട്ടിയാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പൊ അത് അനിമൽസിന് ഓൾറെഡി ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഫോഴ്സ് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആകുവാണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിന് അത് ഉള്ളിലുണ്ട്, പക്ഷെ അതാവാൻ സമയമെടുക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഓരോ കാര്യം ചെയ്യുന്ന അവരുടെ ഉള്ളിൽ നിന്ന് അവർക്ക് അതിനുള്ള ഡയറക്ഷൻ കിട്ടുന്നുണ്ട്, ആ ഒരു ഗൈഡൻസ് കിട്ടുന്നതാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാവരിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇവരുടെ മൈൻഡിന്റെ ഫോർമേഷൻ തന്നെയാണ്. അവര് സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് അത് അറ്റൈൻ ചെയ്യാന്നുള്ളത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ അവർ വീഴുന്നില്ല, അവരതിനെ കുറെ മനസ്സിലാക്കി. അതാണ് അവർ ക്യൂരിയസോട് കൂടി പല ചോദ്യങ്ങളും ചോദിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ചില കുട്ടികൾക്ക് വെഹിക്കിൾസിലായിരിക്കും ശ്രദ്ധ, ചില കുട്ടികൾ വേറെ പല കാര്യങ്ങളിലായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അങ്ങനെ അങ്ങനെ അവർക്ക് എന്തിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അവർ ശ്രമിക്കും. അവർ നമ്മളോട് അതിനെപ്പറ്റി കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അത് വൈ, വാട്ട്, ഹൗ, അങ്ങനെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കും. ക്യൂരിയസ് മൈൻഡ് ആയിരിക്കും. അപ്പൊ ആര്യ നെക്സ്റ്റ് ദിവസം ആര്യാണ് വായിക്കുന്നത് അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ചെയ്തോളാം. ഓക്കെ ഓക്കെ ദെൻ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ 4th നിങ്ങൾ നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് വരിക, നിങ്ങൾക്കും ഇരിക്കാനായിട്ട് പറ്റും. നോക്കാം 10th വരുന്ന കുട്ടികൾ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കട്ടെ. കാരണം കുറവാണ് വരാറിപ്പോ. ആദ്യത്തെ ബാച്ചൊക്കെ ആയിരുന്നു ഞങ്ങൾ 2 തവണയായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ആൾക്കാരുടെ നമ്പർ കൂടിയിട്ട് 2 ദിവസമായിട്ട് നടത്തേണ്ട വന്നു ചില ഒരു ആദ്യത്തെ ബാച്ചിനൊക്കെ MT3-ക്കൊക്കെ. ഓക്കെ ദെൻ ഓക്കെ, എന്താ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു അമ്മ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.